السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപാഠികൾ, സഹപ്രവർത്തകർ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലയേറിയ നിമിഷങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് റമളാനിന്റെ 20 ദിനരാത്രങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ 20 ദിനരാത്രങ്ങൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി എന്നൊരു കാര്യം എൻ്റെ സഹോദരന്മാർ ഓരോരുത്തരും പുനർവിചാരണ ചെയ്യണം. ഏകാന്തമായിരുന്ന് സൂക്ഷ്മതയോടുകൂടി ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സത്യത്തിലും പരിശുദ്ധ റമളാൻ മാസം ഒരു സത്യവിശ്വാസിക്ക് വളരെയേറെ അനുഗ്രഹമാണ്. കാരണം റമളാൻ എന്നൊരു മാസം, അല്ലെങ്കിൽ ആ പ്രാധാന്യത്തോടു കൂടി ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് മിക്കവാറും ഇഹലോകത്തും പരലോകത്തും ചിലപ്പോൾ പരാജയമായിരിക്കും വിധിയുണ്ടാവുക. പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ് മനുഷ്യനോട്. നരകത്തിൽ അവന്റെ ദാസന്മാരെ, അവന്റെ അടിമകളെ പരമാവധി കുത്തി നടക്കണമെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചിട്ടുള്ളത്, ആഗ്രഹിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ അവന്റെ അടിമകളെ ഏതെങ്കിലും രീതിയിൽ കടത്തിവിടണം, അതിന് പരമാവധി ഓഫറുകൾ അവന് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി നരകത്തിന്റെ എല്ലാ വാതിലുകളും, നരകത്തിന് 8 വാതിലുകൾ എന്തെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നരകത്തിന്റെ 8 വാതിലുകളും അടച്ചിട്ടുകൊണ്ട് അതേസമയം സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വാതിലിൽ കൂടെ തന്റെ അടിമ മനുഷ്യൻ പ്രവേശിക്കണമെന്ന്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രവേശിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ പോലും അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഓഫറുകളിൽ ചിലത് ദിവസങ്ങളാണ്, ചിലത് സ്ഥലങ്ങളാണ്. ഉദാഹരണത്തിന് കഅബയുടെ അടുക്കൽ നമ്മൾ നിന്ന് കഅബയുടെ ചില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതേപോലെ ദിവസങ്ങൾ, അതിലൊന്നാണ് റമളാനിലെ അവസാനത്തെ 10 രാവുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാവുകളായി കഴിഞ്ഞാൽ ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ട് വളരെ ഗാംഭീര്യത്തോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞിരുന്നുവെന്ന് സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം കഴിഞ്ഞ 20 ദിനരാത്രങ്ങൾ നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി, നമ്മൾ എത്രമാത്രം നഷ്ടപ്പെടുത്തി എന്ന് ആലോചിച്ചുകൊണ്ട് ആ നഷ്ടപ്പെടുത്തലിന് പകരമായി ഈ അവസാനത്തെ 10 രാവുകൾ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ കഴിയേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. വിലപ്പെട്ട നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, അയ്യാം, ദിവസങ്ങൾ, പക്ഷെ മഅദൂദാത്താണ്, എണ്ണപ്പെട്ടതേ ഉള്ളൂ. റമളാൻ എന്ന മാസം
ആ മാസത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു സത്യവിശ്വാസത്തിന് നഷ്ടപ്പെടുകയാണെങ്കിൽ, അവന് ലോകത്തിൽ ഇനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. കാരണം അത്രക്കും വലിയൊരു നഷ്ടത്തിലാണ് അവൻ മാറിയിട്ടുള്ളത്. ഈ അവസാനത്തെ 10 രാവിലാണ്, ഒറ്റ രാവുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം, തിരഞ്ഞു പിടിക്കണം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്റെ സഹോദരന്മാർ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് എനിക്കറിയാം. പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാവി ജീവിതം, മനുഷ്യന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാത്രിയാണ്. ഓരോ മന്ത്രിസഭക്കും ഓരോ രാജ്യത്തിനും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാത്രിയാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ, ദിവസങ്ങളിൽ, വർഷങ്ങളിൽ, ആ അടുത്ത ഒരു വർഷത്തിനിടയിൽ എത്ര ആൾ മരിക്കണം, എത്ര ആൾ ജീവിക്കണം, ആരൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ആരൊക്കെ തിന്മകൾ ചെയ്യണം, എവിടെയൊക്കെ അധികാരം തെളിക്കണം, എവിടെയൊക്കെ അധികാരം നിലനിർത്തണം എന്ന് തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും, അതാണ് പറഞ്ഞ മിൻകുല്ലി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. സർവ്വവിധ കാര്യങ്ങളുമായിട്ടാണ് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ മലക്കുകൾ വന്നിറങ്ങുക. എല്ലാ കാര്യങ്ങളും സംഭവിക്കണമെന്ന് ആ ലൈലത്തുൽ ഖദർ തീരുമാനിക്കും. അതുകൊണ്ട് അടുത്തൊരു വർഷത്തിനിടയിൽ ആർക്കെങ്കിലും നന്മ ആഗ്രഹിക്കുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു വർഷം എനിക്ക് ജീവിതം ആവശ്യമാണ്, അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ജീവിതം ആവശ്യമാണ്, സമയം ആവശ്യമാണ്, അതിനെനിക്ക് അള്ളാഹുവിന്റെ സഹായം വേണം, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്കത് സാധിക്കുകയുള്ളൂ എന്നാരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് ലൈലത്തുൽ ഖദർ അന്വേഷിക്കട്ടെ. ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്തും. നമുക്കറിയാം, നാളെ റമദാൻ 21, അതായത് ഇന്ന് റമദാൻ 21 നാളെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, ഏകദേശം മഴയ്ക്ക് ശേഷം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് 21 രാവിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒറ്റ രാവുകൾ 21, 23, 25, 27, 29 ഈ രാവുകളിൽ ഒന്നാണ് ഇന്ന് രാത്രി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ചിലപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കടാക്ഷമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തീരെ നോട്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ രാത്രി ചിലപ്പോൾ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുണ്ട്. എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഓരോ നിമിഷങ്ങളും, ഇനി വരാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും വളരെയേറെ വിലയേറിയതാണ്. 1000 മാസങ്ങളെക്കാളും ഒരു മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ലൈലത്തുൽ ഖദർ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റമദാനിലെ അവസാനത്തെ 10 രാവുകളിൽ ഒന്ന്, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, ആയിഷ, ഞാൻ ഈ രാത്രി അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കാൻ പോവുകയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും അതിൽ പങ്കാളിയാവുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമസ്കാരങ്ങളിൽ മുഴുകിക്കൊണ്ട്, പ്രാർത്ഥിച്ച് കണ്ണീരുകൊണ്ട് താടി രോമങ്ങളും ഉടുത്തിരുന്ന വസ്ത്രവും ഇരുന്നിരുന്ന മണ്ണ് പോലും നനഞ്ഞു കുളിർന്ന് ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് നിന്ന് ബിലാലിന്റെ മധുരപൂർണമായ പങ്ക് വരുന്നത്. രാവ് മുതൽ രാവിലെ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് അല്ലാഹു, നിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഞാൻ പോലും രക്ഷപ്പെടുകയുള്ളൂ, നാഥാ നിന്റെ കാരുണ്യം എന്റെ മേൽ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകൻ എന്ത് പറ്റി പ്രവാചകൻ? ഒരു രാത്രി മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു വഹി അവതരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു വഹി അവതരിപ്പിച്ചു. അതിൽ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി ഈ ആകാശഭൂമികളും സൃഷ്ടിച്ച എന്നെ അല്ലാഹുവിനെ ആരാധിക്കാൻ മനുഷ്യനെ കൽപ്പിച്ചിട്ടു അവന് അല്ലാഹുവിനെ മറന്നു പോവുകയാണ്, ആഡംബരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ഒരു വിചാരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആഴ്ച അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ആഴ്ച ഈ രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങിയാൽ ഇശാക്ക് ശേഷം സുബഹിയുമില്ല, ചിലപ്പോൾ ദുഹറും കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മളൊക്കെ സ്കൂളുള്ളപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ കിടന്നുറങ്ങിയാൽ നാളെ പടച്ചവന്റെ അടുത്ത് ഞാൻ എന്താ ഉത്തരം പറയും ഈ സമയങ്ങളെ കുറിച്ച്? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ ഉത്തരം പറയേണ്ടവനാണ്, ഞാൻ അല്ലാഹുവിന്റെ വിചാരണ നേരിടേണ്ടവനാണ് എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് എന്നെ കൊണ്ട് ഇത്രയും ഏറെ കരയിപ്പിച്ചത്. ആലോചിക്കണം സഹോദരന്മാരെ, എപ്പോഴെങ്കിലും ഖുർആൻ ഓതാറുണ്ടോ ഇല്ലയോ അത് വേറെ വിഷയം. ഇനി ഓതുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരക്ഷരം ഓതുമ്പോൾ, അള്ളാഹുവിനോട് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ മനസ്സിനൊരു വിമിക്തം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല ഞാൻ ചോദിക്കുന്നു, ആത്മാർത്ഥമായി നിങ്ങളുടെ ഇടയിലുള്ള ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും ഖുർആൻ ഓതാൻ സമയമില്ലെന്ന് ബാക്കി എല്ലാ പുസ്തകങ്ങളും ഹാരി പോട്ടറുകളും അതുപോലെയുള്ള വേണ്ടാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് സമയമുണ്ട്. ഖുർആൻ ഒരു വരി നമുക്ക് ഓതാൻ സമയമില്ല. നാളെ പരലോകത്ത് വെച്ച് ഖുർആൻ ശുപാർശ ചെയ്യും നരകത്തോട്, തൊട്ടുപോകരുതാണ്. നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് നരകത്തോട് ഖുർആൻ ആജ്ഞാപിക്കുകയാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഖുർആൻ കൽപ്പിക്കുകയാണ്, തൊട്ടുപോകരുതാണ്. എന്നെ ഓതിയ കണ്ണുകളാണ്, എന്നെ ഓതിയ നാക്കുകളാണ്, അവനെ നരകമേ നീ തൊട്ടുപോകും. ഇങ്ങനെ ഒരു ശുപാർശ നമ്മൾക്ക് വേണ്ടി ഖുർആൻ നടത്തുമോ എന്ന കാര്യം ഏകാന്തമായിരുന്നു ആലോചിക്കണം. അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ 20 രാത്രികൾ, ദിനരാത്രങ്ങൾ എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്ന് ആലോചിക്കണം. സ്കൂളുകളിൽ കാണാൻ റമദാനാണ്, നോമ്പാണ്, പരിശുദ്ധ മാസമാണ് എന്നൊരൊറ്റ വിചാരം പോലുമില്ല. മറ്റുള്ള മാസങ്ങളിൽ അല്ലെങ്കിലും പോക്കാണ്, പക്ഷേ റമദാനിലെങ്കിലും ചെറുതായിട്ടൊന്ന് അല്ലാഹുവിനെ സ്മരിക്കാം, ചെറുതായിട്ടൊന്ന് വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം, ഒന്ന് അല്ലാഹുവിന് വേണ്ടി ഒരു റക്അത്തെങ്കിലും കൂടുതൽ നമസ്കരിക്കാം എന്നൊരു ചിന്ത പോലുമില്ലാതെ സകല വൃത്തികേടുകളിൽ മുഴുകിപ്പോയിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി സമൂഹം. ഗൾഫിലെ അവസ്ഥയാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ നേരിട്ട് കാണാം. അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി സമൂഹം. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഖത്തറിലെ ഒരു ഇന്ത്യൻ വിദ്യാലയത്തിൽ ഒരു ഖുർആനിന്റെ സംബന്ധമായ എന്തൊരു പ്രശ്നത്തിൽ, എനിക്ക് പ്രശ്നം എന്താണെന്ന് ശരിക്കും അറിയില്ല, എന്നാൽ ആ പ്രശ്നത്തിനെതിരെ, ആ ഖുർആനെ ആക്ഷേപിച്ചതിനെതിരെ ഒരു അധ്യാപകനെതിരെ പ്രതിഷേധിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നെറ്റിൽ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും വീഡിയോ. നല്ലൊരു കാര്യത്തിന്, ഇസ്ലാമിക ദീനീ കാര്യത്തിന് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ പോലും പച്ചക്കറിയാണ്. ശ്രദ്ധിക്കണം. നല്ലൊരു കാര്യത്തിന് ആ ഒരു നല്ലൊരു നിയത്ത് വെച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ
റമദാനാണ്. അള്ളാഹു തന്നിരിക്കുന്ന ഓഫർ 7 70 700 70,000-ത്തിലപ്പുറമാണ് ഒരു നന്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിഫലമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കണം. നല്ലൊരു ദീനീയ കാര്യത്തിന് പോലും, ഒരു ഖുർആനെ ആക്ഷേപിച്ചതിന്റെ പ്രശ്നത്തിൽ പോലും അതിനെ പ്രതിഷേധിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നെറ്റിൽ പരിശോധിക്കാൻ ഇതാണ് നമ്മുടെ അവസ്ഥ. വരാൻ പോകുന്നത് അവസാനത്തെ 10 രാവുകളാണ്, നരകമോചനത്തിന്റെ രാവുകളാണ്. ഞാൻ ആദ്യം ഓതിയ ആയത്തുകളുടെ വിവക്ഷത അവസാനത്തെ 10 രാവുകൾ. നമ്മൾ കഴിഞ്ഞു പോയ 20 രാവുകൾ, ദിനരാത്രങ്ങൾ എത്രമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അതിനിരട്ടി നമ്മൾ തിരിച്ചു പിടിക്കാൻ, അതിനിരട്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് പടച്ചവൻ നമ്മുടെ ഈ കളികളൊക്കെ ആദ്യം തന്നെ മുൻകൂട്ടി കണ്ടത് കൊണ്ട് തന്നെയാണ് നോമ്പിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആവശ്യകത, അതിനെ നിർബന്ധമാക്കി എന്തിനാണ് പറയുന്നത്? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ ഒരു പക്ഷേ തഖ്വയുള്ളവരായിരിക്കാം, ആയേക്കാം, മുത്തഖീങ്ങളായേക്കാം. ചിലപ്പോൾ അത്രക്കും താണുപോയിരിക്കുന്നതാണ്. ആ ആയത്തിനെ നമ്മൾ മാറ്റിക്കുറിച്ചുകൊണ്ട്, പടച്ചനാഥ, ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുകയാണ്, എന്നെ സ്വീകരിക്കണം, ഞാനൊരു മുത്തഖിയായി നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, ഇനി ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ശ്രമിച്ചു കൊള്ളാം, എന്റെ പാപങ്ങൾ നീ പുറത്തരണം പടച്ചവരെ, ഞാനിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, നീ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസാനത്തെ 10 രാവ് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ച് പിടിക്കണം. നമ്മൾ അന്വേഷിച്ച് പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വസ്തു നടക്കൂല. എപ്പാണ് ലൈലത്തുൽ ഖദർ? ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ 10 രാവുകൾ പരമാവധി വിവാദത്തുകൾ മുഴുകിക്കൊണ്ട്, പരമാവധി അള്ളാഹുവിന്റെ സ്മരണയിൽ നീങ്ങിക്കൊണ്ട്, ഏതാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളും ആ ഒരു രീതിയിൽ തന്നെ ഇന്നാണ് ലൈലത്തുൽ ഖദർ, ഇന്നാണ് ആ രാവ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഗ്രഹിച്ചുകൊണ്ട്, നമുക്ക് ലഭിച്ചുകൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.